ഒരു പൂവിൻ്റെ പ്രധാന രണ്ട് ഭാഗങ്ങളാണ് ഏറ്റവും പുറമേ കാണുന്ന കാലിക്സും അതുപോലെ കൊറോളയും. കാലിക്സ് നിർമ്മിച്ചിരിക്കുന്ന ഓരോ യൂണിറ്റിനെ സെപ്പൽ എന്ന് പറയും. ചെമ്പരത്തിയിൽ പച്ച തൊപ്പി പോലെ കാണുന്ന ഭാഗത്തെ ഓരോ മുനമ്പുകളാണ് സെപ്പൽസ്. ഈ സെപ്പൽസ് 5 ഉണ്ട്. 5 കൂടെ ചേർന്നിരിക്കുന്ന ഈ പച്ച തൊപ്പിയാണ് കാലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെപ്പൽസ് ഫ്യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ കണ്ടീഷൻ നമുക്ക് എന്ത് പേര് പറയാം? ഗ്യാമോസെപ്പാലസ് എന്ന് പറയാം അല്ലേ. ഈ സെപ്പൽസ് അതുപോലെ പെറ്റൽ ഇതളുകളെയാണ് പെറ്റൽ എന്ന് പറയുന്നത്. അതായത് രണ്ടാമത്തെ വേളായ കൊറോള നിർമ്മിച്ചിരിക്കുന്നത് പെറ്റലുകൾ കൊണ്ടാണ്. പൂവിൻ്റെ ഓരോ ഇതളുകളെയാണ് പെറ്റൽ എന്ന് പറയുന്നത്. ഇവിടെ പെറ്റലുകൾ ഫ്രീ ആയതുകൊണ്ട് പോളി പെറ്റാലസ് കണ്ടീഷൻ എന്നും പറയാം. എന്നാൽ നമുക്ക് പഠിക്കേണ്ടത് എസ്റ്റിവേഷനാണ്. എസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പൽ അല്ലെങ്കിൽ പെറ്റൽ, ഒരു ഫ്ലവർ ബഡിൽ സെപ്പലും പെറ്റലും എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഈ അറേഞ്ച്മെൻറ്റിനെയാണ് എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. എസ്റ്റിവേഷൻ ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ ഫ്ലവർ ബഡ്. ഒരു ഫ്ലവർ ബഡിൽ സെപ്പലും പെറ്റലും എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഈ അറേഞ്ച്മെൻറ്റിനെ എസ്റ്റിവേഷൻ എന്ന് പറയുന്നു. പ്രധാനമായിട്ടും 4 തരം എസ്റ്റിവേഷനാണുള്ളത്: വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി. അതിൽ ആദ്യത്തേതാണ് വാൽവേറ്റ്. നമ്മുടെ ചെമ്പരത്തിയുടെ കാലിക്സ് നോക്കിക്കേ. കാലിക്സിൻ്റെ ഓരോ യൂണിറ്റുകളെ നമ്മൾ സെപ്പൽ എന്നല്ലേ പറഞ്ഞത്. ഈ സെപ്പലുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഓരോ സെപ്പലിൻ്റെ എൻഡ് ടു എൻഡ് കണ്ടോ, അതിൻ്റെ എൻഡിലായിട്ട് ജോയിൻ ചെയ്യുന്ന രീതിയിൽ എൻഡ് ടു എൻഡ് ആണ്. ഓവർലാപ്പിംഗ് വരുന്നുണ്ടോ? ഒന്നിന് മുകളിലോട്ട് അടുത്ത സെപ്പൽ വരുന്ന രീതിയിൽ വല്ല അറേഞ്ച്മെൻറ്റ് കാണിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഓവർലാപ്പിംഗ് ഇല്ലാതെ എൻഡ് ടു എൻഡ് അറേഞ്ച്മെൻറ്റിലാണ് സെപ്പലുകൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഈ ടൈപ്പ് എസ്റ്റിവേഷനെയാണ് വാൽവേറ്റ് എന്ന് പറയുന്നത്. ഇൻ വാൽവേറ്റ് എസ്റ്റിവേഷൻ, പെറ്റൽസ് ഓർ സെപ്പൽസ് ജസ്റ്റ് ടച്ച് വൺ അനദർ അറ്റ് മാർജിൻ വിത്തൗട്ട് ഓവർലാപ്പിംഗ്. മാർജിൻ്റെ എൻഡിൽ വെച്ചിട്ട് ജസ്റ്റ് മീറ്റ് ചെയ്ത് ഓവർലാപ്പിംഗ് ഇല്ലാത്ത രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് വാൽവേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് കലോട്രോപ്പീസ് ആണ്. അതുകൊണ്ട് നമുക്ക് കലോട്രോപ്പീസ് തന്നെ പഠിക്കാം. എക്സാമ്പിൾ കലോട്രോപ്പീസ് എഴുതിയാൽ മതി. ചെമ്പരത്തി എഴുതിയാലും തെറ്റൊന്നുമില്ല. കാരണം ചെമ്പരത്തിയിൽ 2 തരം എസ്റ്റിവേഷൻ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കലോട്രോപ്പീസ്, എരിക്കിൻ്റെ പൂവ്. ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന കണ്ടോ, കാലിക്സിൻ്റെ ഓരോ യൂണിറ്റ് 1, 2, 3, 4, 5 സെപ്പലുകൾ എൻഡ് ടു എൻഡ് അറേഞ്ച്മെൻ്റ് ആണ്. ഇങ്ങനെ എൻഡ് ടു എൻഡ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ ഇത്തരം എസ്റ്റിവേഷനെ നമുക്ക് എന്ത് പറയാം? വാൽവേറ്റ് എസ്റ്റിവേഷൻ എന്ന് പറയാം. രണ്ടാമത്തെ എസ്റ്റിവേഷനാണ് ട്വിസ്റ്റഡ്. ട്വിസ്റ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ സെപ്പൽ അല്ലെങ്കിൽ പെറ്റൽ റെഗുലർ ഓവർലാപ്പിംഗ് കാണപ്പെടും. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് കാണപ്പെടുന്ന അവസ്ഥ, അത് റെഗുലർ ഓവർലാപ്പിംഗിലായിരിക്കും കാണപ്പെടുന്നത്. ചെമ്പരത്തിയുടെ ഫ്ലവറിൻ്റെ പെറ്റലിലോട്ട് നോക്കാം. കണ്ടോ, ഈ ഒരു മൊട്ടിനകത്ത് ഒരു പെറ്റലിൻ്റെ ഒരു സൈഡ് വെളിയിലാണ്, എന്നാൽ അടുത്ത പെറ്റൽ ആ പെറ്റലിൻ്റെ അകത്തോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. അതേപോലെ എല്ലാ പെറ്റലും ഒരേ റെഗുലർ മാനറിൽ കണ്ടോ, ഒരേ സൈഡിലോട്ട് തന്നെയാണ് ആ ഓവർലാപ്പിംഗ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള റെഗുലർ ഓവർലാപ്പിങ്ങിലുള്ള അറേഞ്ച്മെൻറ്റിനെയാണ് ട്വിസ്റ്റഡ് എന്ന് പറയുന്നത്. പൂ വിരിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം, കുറച്ചുകൂടെ വ്യക്തമാവും. കണ്ടോ, ഒരെൻഡ്, ഈ ഇതളിൻ്റെ ഒരെൻഡ് പുറത്താണെങ്കിൽ അടുത്ത എൻഡ് അതിന് അകത്തായിരിക്കും. കണ്ടോ, മറ്റേ ഇതളിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ ഈ ഇതളോ പുറത്ത്, അടുത്ത ഇതളിൻ്റെ അകത്തായിട്ട് കാണപ്പെടും. ഇങ്ങനെ അകത്തും പുറത്തുമായിട്ട് റെഗുലർ ഓവർലാപ്പിങ്ങിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇത് കറക്റ്റ് കാണാൻ കഴിയും അല്ലേ. ഇവിടെ നോക്കാം, ഈ എൻ്റെ അകത്താണ്, മറ്റേ എൻ്റെ പുറത്താണ്. ഈ എൻ്റെ അകത്താണ്, മറ്റേ എൻ്റെ പുറത്താണ്. ഈ എൻ്റെ അകത്തും ഒരെണ്ണം പുറത്തും, അകത്തും പുറത്തും. ഇങ്ങനെ റെഗുലർ ഓവർലാപ്പിങ്ങിലാണ് പെറ്റൽസ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, പെറ്റലോ സെപ്പലോ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ ട്വിസ്റ്റഡ് എന്ന് പറയും. ഇപ്പോൾ ട്വിസ്റ്റഡിന് എക്സാമ്പിൾ ചൈന റോസ് അല്ലെങ്കിൽ ഹിബിസ്കസ്. അതുപോലെ കോട്ടൺ ചെടിയിലും ലേഡീസ് ഫിംഗർ അഥവാ വെണ്ടയിലും കാണപ്പെടുന്നത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷനാണ്. നെക്സ്റ്റ് എസ്റ്റിവേഷൻ ഇംബ്രിക്കേറ്റ്. ഇംബ്രിക്കേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കണുക്കൊന്ന ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഈ കണുക്കൊന്നയുടെ നോക്കൂ, ഒരു ഇതൾ കണ്ടോ, ഒരു ഇതൾ കംപ്ലീറ്റ് പുറത്തായിട്ടാണ് ഇരിക്കുന്നത്. ഒരെണ്ണം ഫുള്ളായിട്ട് പുറത്തിരിക്കുന്നു. 3 പെറ്റൽസ് അകത്തും പുറത്തുമായിട്ടും ഏറ്റവും ഉള്ളിലായിട്ട് ഒരു ഇതളും കാണപ്പെടും. കണ്ടോ, ഏറ്റവും അകത്ത് ഒരു ഇതൾ മാറിയിരിക്കുന്നതാണ്. ഇത് ഇറഗുലർ ഓവർലാപ്പിംഗ് ആണ്. ഒന്ന് കംപ്ലീറ്റ്ലി ഔട്ടാണ്, ഒന്ന് കംപ്ലീറ്റ്ലി ഇന്നായിട്ട്, ബാക്കി ഇൻ ആൻഡ് ഔട്ട്, അകത്തും പുറത്തുമായിട്ട് കാണപ്പെടുന്നു. ഈ തരത്തിലുള്ള എസ്റ്റിവേഷനെയാണ് ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കാഷ്യ ഫെസ്റ്റിൽ കണിക്കൊന്ന. എന്താണ് ഇംബ്രിക്കേറ്റിൻ്റെ പ്രത്യേകത? ദ സെപ്പൽസ് ഓർ പെറ്റൽസ് ആർ അറേഞ്ച്ഡ് ആസ് ഇറഗുലർ ഓവർലാപ്പിംഗ്. ഇറഗുലർ ഓവർലാപ്പിംഗ് മാനറിലായിരിക്കും സെപ്പൽസും പെറ്റൽസും അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത് ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ. ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ എസ്റ്റിവേഷൻ കണ്ടുപിടിക്കാൻ. ചിലപ്പോൾ പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഫ്ലവർ ബഡിലുള്ള അറേഞ്ച്മെൻറ്റിനെ എസ്റ്റിവേഷൻ എന്ന് പറയാൻ കാര്യം.
ഇംബ്രിക്കേറ്റ് വളരെ പെട്ടെന്ന് പിടികിട്ടാൻ നമുക്ക് വെള്ള മന്ദാര ബൊഹീനിയം നോക്കാം. ഈ ഇതൾ കണ്ടു കംപ്ലീറ്റ് ഔട്ടാണ് പുറത്ത്, എന്നാൽ ഈ ഇതൾ കണ്ടു കംപ്ലീറ്റ് ഇന്നാണ്, ബാക്കിയെല്ലാം ഇൻ ആൻഡ് ഔട്ടുമാണ്. അങ്ങനെയുള്ള ഇറഗുലർ ഓവർലാപ്പിങ്ങിനെ ഇംബ്രിക്കേറ്റ് എന്ന് പറയുന്നു. എക്സാമ്പിൾ കാഷ്യ പഠിച്ചാൽ മതി. കാഷ്യ പോലെ ഗുൽമോഹറും മറ്റൊരു എക്സാമ്പിളാണ്. കാഷ്യ, ഗുൽമോഹർ എന്നിവ ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷന് എക്സാമ്പിളാണ്. നാലാമത്തെ ടൈപ്പ് എസ്റ്റിവേഷനാണ് വെക്സില്ലറി. ഈ പുഷ്പം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പത്തിൻ്റെ പ്രത്യേകത നോക്കൂ, ഒരു പെറ്റൽ വളരെ വലുതാണ് അല്ലേ, ഒരു ലാർജ് പെറ്റൽ കാണും. ഇതിന് സ്റ്റാൻഡേർഡ് പെറ്റൽ അഥവാ വെക്സില്ലം എന്നാണ് പറയുന്നത്. അതിനുശേഷം 2 ചെറിയ പെറ്റൽ കാണാൻ കഴിയും, സൈഡിലായിട്ടിരിക്കും കണ്ടോ, 2 ചെറിയ പെറ്റൽ. ഈ 2 ചെറിയ പെറ്റലിനെ വിങ് പെറ്റൽ എന്നാണ് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് പെറ്റൽ വിങ് പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്, കവർ ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ മടങ്ങിലിരുന്നത് ഓവർലാപ്പിംഗ് ആണ്. സൈഡിലിരിക്കുന്ന ചെറിയ 2 പെറ്റലിനെ വിങ് പെറ്റൽ എന്ന് പറയുന്നു. അതേപോലെ വീണ്ടും 2 പെറ്റൽ കാണും, അതിനെ കീൽ പെറ്റൽ എന്ന് പറയും. അകത്ത് കാണുന്നുണ്ടോ, ഇത് 2 പെറ്റൽ ചേർന്നിരിക്കുന്നതാണ്. ഇതാ 2 പെറ്റലുകൾ ചേർന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഈ 2 പെറ്റൽ സ്ലൈറ്റ്ലി ഫ്യൂസ്ഡ് ആണ്. ഈ 2 പെറ്റലുകൾ ബോട്ടിൻ്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതേപോലെ 2 പെറ്റലുകൾ അകത്തോട്ട് വീണ്ടും ഫോൾഡ് ചെയ്ത് കാണപ്പെടുന്നു. ഈ പെറ്റലുകളെ കീൽ പെറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കീൽ പെറ്റലിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് വിങ് പെറ്റൽ, വിങ് പെറ്റൽസിനെ ഓവർലാപ്പ് ചെയ്ത് സ്റ്റാൻഡേർഡ് പെറ്റൽ. ഈ തരത്തിലുള്ള എസ്റ്റിവേഷനെയാണ് വെക്സില്ലറി. വെക്സില്ലം ഉള്ളതുകൊണ്ടാണ് ഇതിനൊരു പേര് വന്നത്, വെക്സില്ലറി എസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. എന്താണ് വെക്സില്ലം? സ്റ്റാൻഡേർഡ് പെറ്റൽ, വലിയ പെറ്റലിനെ വെക്സില്ലം എന്ന് പറയും. നമ്മുടെ പയർ കുടുംബത്തിൻ്റെ ഫാബേസിയ ഫാമിലിയുടെ ഒരു പ്രത്യേകത കൂടിയാണ് വെക്സില്ലറി എസ്റ്റിവേഷൻ. ഇൻ വെക്സില്ലറി എസ്റ്റിവേഷൻ 1 സ്റ്റാൻഡേർഡ് പെറ്റൽ ഓർ വെക്സില്ലം ഓവർലാപ്പിംഗ് 2 wing petal, that 2 wing petal overlaps 2 keel petals. These keel petals are slightly fused. This type of estivation is called vexillary estivation. It is a common feature of Fabaceae or Papilionaceae family. പാപ്പിലോണിയേസിയ ഫാമിലിയുടെ പ്രത്യേകത ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫാബേസിയ പയർ കുടുംബത്തിൻ്റെ പ്രത്യേകത ആയതുകൊണ്ട് വെക്സിലറി എസ്റ്റിവേഷനെ പാപ്പിലോനേഷ്യസ് കൊറോള എന്നും അറിയപ്പെടുന്നുണ്ട്. വെക്സിലറി എസ്റ്റിവേഷൻ എക്സാമ്പിൾ ടെസ്റ്റിൽ തന്നിരിക്കുന്നത് പീ ആൻഡ് ബീൻസ് ആണ്. പയറിൻ്റെ പൂവിലും ബീൻസിൻ്റെ ഫ്ലവറിലും കാണപ്പെടുന്നത് വെക്സിലറി എസ്റ്റിവേഷനാണ്. മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ എസ്റ്റിവേഷൻ എന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾ സഹിതമാണ് കാണിച്ചിരിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.